എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ലേ? മഴയുണ്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ? ഇവിടെ ഒന്നും മൂടിക്കെട്ടി നിൽക്കേണ്ട, മഴ പെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, അതിനു മുന്നേ ഒരു ഗുഡ് ന്യൂസ് പറയാനുള്ളത്, നമ്മളുടെ ചാനൽ ഇന്നലെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തത്, യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്തത് ഇന്നലത്തെ ദിവസമാണ്. ഫസ്റ്റ് വീഡിയോ റിലീസ് ചെയ്തത് 18 ജൂണിന്, നാളത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഇന്നും നാളെയും നമുക്ക് 1 ഇയർ കംപ്ലീഷനായിട്ട് എടുക്കാം. ഫസ്റ്റ് വീഡിയോ 18 ജൂണിനാണ് നമ്മൾ റിലീസ് ചെയ്തത്. ഓക്കെ, ലൈവ് മറന്നിട്ടില്ല കേട്ടോ. വീണ്ടും വീട്ടിൽ എന്താ പറയുക, ഹോസ്പിറ്റൽ ഡോക്ടർ വിസിറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് ഒരു അപ്പോയിൻമെൻറ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇങ്ങനെ പല വയസ്സായവരാണ് എല്ലാവരും, അതുകൊണ്ട് ഉള്ളൊരു വെയിറ്റിംഗ് പീരീഡാണ്, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, യൂണിവേഴ്സ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചത്? ഇങ്ങനെ ഹാങ്ങിങ്ങിൽ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ നിങ്ങളെ തമ്മിൽ ഒരു കണക്ഷൻ വരാൻ. എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അവർ തമ്മിൽ എന്തുകൊണ്ടാണ് ഒരു കണക്ഷൻ വന്നത്? വൈ ഡിഡ് യു ലെറ്റ് ദം മീറ്റ്? എന്തിനാണ് ഡിവൈൻ അവരെ തമ്മിൽ കണ്ടുമുട്ടിച്ചത്? എന്ത് റീസണാണ്? എന്തിനാണ് ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിനെയും അവരുടെ പേഴ്സണെയും തമ്മിൽ മീറ്റ് ചെയ്യിച്ചത്? എന്ത് റീസൺ കാരണമാണ്? എടുക്കണേ. എംപ്രസ്, 10 of Swords, 9 of Pentacles, Queen of Wands, 6 of Wands, Star, 7 of Pentacles, Ace of Cups, King of Wands, excellent, Hierophant, Magician, Lovers, Wheel. ഓക്കെ, ചെറിയ കുഞ്ഞു റീഡിംഗ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, സ്വതേ ഇച്ചിരി ഒറ്റപ്പെട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇവർക്ക് ലൈഫിൽ അങ്ങനെ അധികം സ്നേഹമൊന്നും ലഭിച്ചിട്ടില്ല ആരിൽ നിന്നും. അപ്പോൾ സ്വതേ ലോൺലി ആയിട്ടിരിക്കുന്ന, ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ സ്വതേ ഒറ്റപ്പെട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ ആയിരുന്നു അവരുടെ ജീവിതം. ആരും അവരുടെ തമ്മിൽ സ്നേഹമോ ഭയങ്കര കെയറോ അങ്ങനെയൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ നേച്ചർ അങ്ങനെയല്ല. നിങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, ഇവരോട് മാത്രമല്ല എല്ലാവരോടും തന്നെ വളരെ സ്വീറ്റായിട്ട് പെരുമാറുന്ന, വളരെ കെയറിങ് ആയിട്ട് ഒരു മദർലി നേച്ചറുള്ള, സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു മദർലി നേച്ചറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ട് കുറേ അടുത്ത് പെരുമാറി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിലാണ് അവർ വീണു പോയത്. നിങ്ങളെ കാണാനും അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ ആ ക്യാരക്ടർ, ആ സ്വീറ്റ്നെസ്, അതാണ് അവരെ ആകർഷിച്ചത്. ഓക്കെ, ഡിവൈനിന് തോന്നി നിങ്ങളുടെ ഈ കെയർ, നിങ്ങളുടെ ഈ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സൺ ആവശ്യമുണ്ട് എന്നുള്ളത്. അവർക്ക് ആവശ്യമുള്ള കെയർ, ആ പ്രൊട്ടക്ഷൻ, ആ ഒരു സ്നേഹമെല്ലാം കൊടുക്കാൻ നിങ്ങളാണ് ഏറ്റവും മികച്ച വ്യക്തി എന്ന് ഡിവൈന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ തമ്മിൽ കണക്റ്റ് ആക്കിയത് കേട്ടോ. അതേപോലെ നിങ്ങളുടെ പേഴ്സണോ രണ്ടിൽ ഒരാളായിരിക്കാം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്നും, ഈ കൺട്രിയിൽ നിന്നുമായിരിക്കാം, രാജ്യത്തിൽ നിന്നുമായിരിക്കാം മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ടായിരിക്കാം. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ രാജ്യം വിട്ടു പോവുകയോ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയോ, അങ്ങനെ പോയി താമസിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കാണും. അവിടെ ഒറ്റപ്പെടലായിരുന്നു. കാരണം പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ സാഹചര്യങ്ങൾ, ഇപ്പോൾ പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഏതൊരു പേഴ്സൺ, നിങ്ങൾക്കായാലും അവർക്കായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ആരാണോ ആ സിറ്റുവേഷനിൽ ഇരുന്നത് അവർക്ക് സപ്പോർട്ടായിട്ട് മറ്റേ ആൾ അവിടെ ഉണ്ടായിരുന്നു.
ഓക്കെ, അവിടെ നിങ്ങൾക്ക് ആ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്കാവട്ടെ അവർക്കാവട്ടെ, ആരാണോ അവിടെ ഒറ്റപ്പെട്ടു പോയത് അവർക്ക് ആ സപ്പോർട്ട് അവിടെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ അവിടെ കൂട്ടിമുട്ടിച്ചത്. ഇവിടെ ഡിവൈനിന് തോന്നി നിങ്ങളാണ് അതിന് ആപ്റ്റായിട്ടൊരു വ്യക്തിയെന്ന്. അതുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ കണക്റ്റ് ആക്കിയത്. പിന്നെ നിങ്ങൾ തമ്മിൽ കണക്റ്റ് ആവണം എന്നുള്ള ആ ഒരു വിധി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വതേ ഒതുങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പുറത്തു പോയി ഒരു ജോലി ചെയ്യാനോ ഒന്നും അത്ര ധൈര്യമില്ലാത്ത വ്യക്തിയായിരുന്നെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയായിരുന്നെങ്കിൽ, നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അങ്ങനെ അല്ല ജീവിക്കേണ്ടത്. സ്വയം സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സെൽഫ് റെസ്പെക്റ്റ് വേണം. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചത് നിങ്ങളുടെ പേഴ്സണാണ്. തിരിച്ചുമായിരിക്കാം, വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം കേട്ടോ. കാരണം ഇത് എയ്തർ വേ ആയിരിക്കാം. രണ്ടിൽ ഒരാൾ ഈ സിറ്റുവേഷനിലായിരിക്കും, മറ്റേ ആൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്തോളണം. ഓക്കെ, അവിടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മീഡിയം വേണമായിരുന്നു. ആ മീഡിയമാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ, എയ്തർ വേ. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സണ് തനിയെ ഒരു കാര്യവും ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയാണ്. എല്ലാത്തിനും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ തീരുമാനങ്ങളെ അവരതിയായി മാനിക്കുന്നു കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റാറില്ല എന്നും അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്, വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്, നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യൂ എന്നെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവർക്കൊരു വഴികാട്ടി ആവശ്യമാണ് അവരുടെ ലൈഫിൽ. ആ വഴികാട്ടി നിങ്ങളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു കണക്ഷൻ അവർക്ക് തോന്നിപ്പിച്ചത് ഡിവൈനാണ് അല്ലേ. അവർക്ക് അങ്ങനെ ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ടായിരുന്നു ലൈഫിൽ. ആ വഴികാട്ടി ആവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് ഡിവൈന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കേട്ടോ. അതായത് ഒരു പ്രെയർ ഗ്രൂപ്പിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഒരു മീറ്റ് ചെയ്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ. ആ സ്പിരിച്വാലിറ്റി ആണ്, ആ ഡിവൈൻ ആയിരുന്നു നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, ആ സ്പിരിച്വാലിറ്റിയാണ് നിങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചത് എന്നും കാണുന്നു കേട്ടോ. അതിൻ്റെ മീഡിയം ആരാണ്? ഡിവൈൻ തന്നെയാണ് അല്ലേ. നിങ്ങൾ തമ്മിൽ അവിടെ കണ്ടുമുട്ടണമെന്നുണ്ടായിരുന്നു. കാരണം രണ്ടുപേരും ഒരുപോലെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് എന്ന് ഡിവൈനിന് തോന്നി. നിങ്ങൾ ഒന്നിച്ചാൽ നന്നായിരിക്കും എന്ന് ഡിവൈനിന് തോന്നി. അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചത് കേട്ടോ. അതേപോലെ സ്റ്റാർ, ഇതിൽ 2-3 കാർഡ് എനിക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലേക്കും കൂടി കൈ ചൂണ്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് കിങ് ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് ഒരേ റീഡിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി പാസ്റ്റ് ബർത്തിൽ പാർട്ട്നേഴ്സ് ആയിരുന്നിരിക്കണം. ഈ ജന്മത്തിൽ നിങ്ങൾ ഡെസ്റ്റൈൻഡ് പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, നിങ്ങളാണ് ഒന്നിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത്. ഓക്കെ, നിങ്ങൾ പരസ്പരം പൂരിപ്പിക്കുന്നു, പരസ്പര പൂരകങ്ങളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കണം എന്നുള്ളത് ദൈവഹിതമാണ്. അതങ്ങനെ തന്നെയാണ്. ഡെസ്റ്റൈൻഡ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്തത്. ഓക്കെ, സ്റ്റാറും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഏതോ ജന്മത്തിൽ ഇപ്പം ഇന്നും ഇന്നലെയും കണ്ടുമുട്ടിയവരല്ല. ഞങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നുള്ളത് ഡിവൈൻ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ് കേട്ടോ. അതേപോലെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, സഹായം ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ എന്ന നിലയിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, വിധിയാണ്. ഓക്കെ, നിങ്ങൾ ഒന്നിക്കണം, അവരെ നിങ്ങളുടെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യണം. ഫൈനാൻഷ്യലായിട്ട്, ഇമോഷണലായിട്ട്, ഫിസിക്കലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടുന്നത് നിങ്ങളാണ് എന്ന് ഡിവൈൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ മീറ്റ് ചെയ്യേണ്ടി വന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു കേട്ടോ. അതേപോലെ
വീണ്ടും ഏസ് ഓഫ് കപ്സും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ, ലവേഴ്സും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാർഡ് തന്നെയാണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് ഡിവൈൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മീറ്റ് ചെയ്യിച്ചത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഡെസ്റ്റിനൈൻഡ് പാർട്ട്നേഴ്സാണ്. നിങ്ങളാണ് ഒന്നിക്കേണ്ടത്. നിങ്ങൾ ഒന്നിച്ചാലേ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഡിവൈൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ആൾക്ക് ഇന്ന ആൾ എന്ന് ദൈവം എഴുതി കാണുമല്ലോ, ആ രീതിയിൽ. ഓക്കെ, അതേപോലെ ലവേഴ്സും അതേ തന്നെയാണ്. വീൽ ഓഫ് ഫോർച്യൂണും അതേ തന്നെയാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നമുക്ക് മെയിനായിട്ട് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ വരുമ്പോഴാണ്, അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴാണ് അവരുടെ ഭാഗ്യം നല്ല രീതിയിലാവുന്നത്. ഓക്കെ, അവരുടെ ഭാഗ്യത്തിനെ നല്ല രീതിയിലേക്ക് മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളത് നിങ്ങളുമായിട്ട് ഒന്ന് ചേരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടിമുട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത്. വൈസ് വേഴ്സയും എടുത്തോളണം കേട്ടോ. ഒരാൾ മറ്റേ ആളുടെ ലൈഫിൽ വരുമ്പോഴാണ് ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ. ഓക്കെ, അതായത് ഈ പാർട്ട്ണർ തന്നെ എനിക്ക് അടുത്ത ജന്മത്തിലും വേണം എന്നുള്ളത് നിങ്ങൾ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് ജന്മജന്മാന്തരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ അതിതീവ്രമായി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഈ പെട്ടെന്നൊരു കണക്ഷൻ തോന്നിയത്. അത് പെട്ടെന്ന് കണക്റ്റ് ആയതായിരിക്കും. നിങ്ങൾ ഒരുപാട് നാൾ പരിചയപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല. കണ്ട മാത്രയിൽ തന്നെ ഇവരെ എനിക്കറിയാമല്ലോ എന്ന് തോന്നിക്കാണും. നേരത്തെ എനിക്ക് ഇവരെ പരിചയമുണ്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് വരില്ലേ? അതുമാതിരി ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണെ കണ്ട സമയത്ത്. ഓക്കെ, ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങളെ രണ്ടുപേരെയും ഡിവൈൻ എന്തിനാണ് ഒന്നിച്ച് കൊണ്ടുവന്നതെന്നറിയോ? അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലോങ് ടേമിലേക്ക് മുന്നോട്ട് പോകാനുള്ള, സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു റിലേഷൻഷിപ്പാണ്. അത് വെറും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമായിട്ടല്ല, മനസ്സിലായില്ലേ? അത് എന്താ പറയുക, നിങ്ങളുടെ സ്പിരിച്വലി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടുന്നവരാണ്. ട്രഡീഷണൽ രീതിയിൽ കമ്മിറ്റഡായിട്ട് മാരീഡായിട്ട് ഒരുമിച്ചൊരു കുടുംബം എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന വ്യക്തികളാണ്. സ്പിരിച്വലി കണക്റ്റഡായിട്ട് നിൽക്കേണ്ടുന്ന വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ പരസ്പരം പൂരിപ്പിച്ച് നിൽക്കേണ്ടുന്ന വ്യക്തികളാണ് എന്ന് ഡിവൈനിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് കേട്ടോ. അതാണ് ഡിവൈൻ്റെ എന്താ പറയുക, നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ആ രീതിയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഡിവൈൻ അവിടെ ഡിസ്റ്റൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ ഡിവൈൻ യോജിപ്പിച്ചത്. ഓക്കെ, ഡിവൈൻ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നും കൂടെ നമുക്ക് നോക്കിയേക്കാം കേട്ടോ. എൻഗേജ്മെൻറ്റ് റിംഗ്, ഹയർ കമ്മിറ്റ്മെൻറ്റ്, ഇറ്റേണിറ്റി, പാർട്ട്ണർഷിപ്പ് ആൻഡ് യൂണിയൻ, കംപ്ലീഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പലർക്കും എൻഗേജ്മെൻറ്റ് നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഒരു യൂണിയൻ്റെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അഡിക്ഷൻ, കോഡിപ്പെൻഡൻറ്റ്, ഒബ്സഷൻ ആൻഡ് റിസ്ട്രെയിൻ, പൊസിഷൻ ആൻഡ് കൺട്രോൾ, ഇമോഷണൽ ബ്ലോക്ക്. രണ്ടിൽ ഒരാൾ ആരെങ്കിലും കേസ് ബൈ കേസ് എടുത്തോളാം കേട്ടോ. ആർക്കെങ്കിലും വല്ലാത്ത ഒരു കോഡിപ്പെൻഡൻസി തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഒബ്സഷൻ പോലെ നിങ്ങളുടെ പേഴ്സണെ വിടാതെ കോൾ ചെയ്യുക, ആരോടെങ്കിലും ഒന്ന് ഓൺലൈൻ കണ്ടു, ആരോടായിരുന്നു സംസാരിച്ചിരുന്നത്, അങ്ങനത്തെ ഒരു രീതിയിൽ വല്ലാത്തൊരു പൊസസീവ്നെസ് രണ്ടിൽ ഒരാൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. കാരണം റിലേഷൻഷിപ്പിൽ ഒരു സ്പേസ് കൊടുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യ കാര്യമാണ്. കൺട്രോൾ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒബ്സഷൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറേണ്ടത് ആവശ്യമാണ് എന്ന് ഡിവൈൻ പറയുന്നു. ഓക്കെ, വാച്ചിങ്, ലുക്കിംഗ്, പെർസെപ്ഷൻ, സ്റ്റോക്കിംഗ്. നിങ്ങളുടെ പേഴ്സൺ വളരെ നന്നായി തന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ഡിവൈൻ പറയുന്നത്.
നിങ്ങളുടെ നേരെ നിന്ന് നോക്കുന്നില്ലെങ്കിൽ അവരാരുടെയെങ്കിലും വഴി നിങ്ങളെക്കുറിച്ചുള്ള സകല അപ്ഡേറ്റ്സും എടുക്കുന്നുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, പെർഫോമൻസ്, ഗ്രോത്ത് ആൻഡ് എൻഡ്യൂറൻസ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭാവിയിലേക്ക് നിങ്ങൾക്ക് അബണ്ടൻസ് തരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പോസിറ്റീവ് മൈൻഡ് സെറ്റ്, മാനിഫെസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലെസ്സിങ്സ്. വീണ്ടും അബണ്ടൻസ് തന്നെയാണ് ഡിവൈൻ രണ്ടാമത് പറയുന്നത്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അതായത് നെഗറ്റീവ് തോട്ട്സ് വേണ്ട, പോസിറ്റീവ് തോട്ട്സ് മാത്രം കീപ്പ് ചെയ്യുക. ഹാപ്പിനെസ് എൻജോയ്, പ്ലേഫുൾനെസ്, എൻജോയിങ് ഈച്ച് ദ ഹണിമൂൺ ഫേസ്. ഓക്കെ, അത് മാരേജിലേക്ക് എത്തുമെന്നാണല്ലോ ഡിവൈൻ പറയുന്നത്. അപ്പോൾ ഒരു ഹണിമൂൺ ഫേസ് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ്, സർപ്രൈസ് ഇൻവിറ്റേഷൻ, സ്ട്രക്ക് ബൈ ലവ്. ന്യൂ പ്രപ്പോസൽ പലർക്കും വരുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരത് തുറന്ന് പറയാനുള്ള ചാൻസസ് വരുന്നുണ്ട്. ഹെൽത്തി ചോയ്സ്, സെൽഫ് ലവ്, സെൽഫ് കെയർ, ബീൻ ഹാപ്പി, ലവ് ആൻഡ് ലൈഫ്. സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യവും നിങ്ങൾ മറന്നു പോകരുത് എന്നും ഡിവൈൻ പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? എല്ലാം ശരിയാണ്, റിലേഷൻഷിപ്പ്, സ്നേഹം എല്ലാം ശരിയാണ്. പക്ഷേ സ്വന്തം റെസ്പെക്റ്റ് മറന്നു പോകരുത് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് കേട്ടോ. ഇൻസെയിൻ കെമിസ്ട്രി, സ്പാർക്സ് ആൻഡ് ഹാവിങ് ഫൺ, ഈക്വൽ ഇൻട്രസ്റ്റ്, ബേണിംഗ് ഡിസൈർ. ഈക്വൽ ഇൻട്രസ്റ്റ് ആണ്, മിററിങ് എനർജിയാണ് എന്നാണ് ഡിവൈൻ അവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, നിങ്ങളെങ്ങനെ അവരെ സ്നേഹിക്കുന്നു അതേപോലെ അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈക്വൽ സ്പാർക്കാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ന്യൂ ഫേസ്, റീകിൻഡൽ, റിന്യൂ, ഗ്രോത്ത്, ചേഞ്ച്ഡ് മൈൻഡ്, റൈസ് ഫ്രം ആഷസ്. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണോ പാസ്റ്റിലൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനോ ഒരു സെപ്പറേഷനോ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അൺകണ്ടീഷണൽ ലവ്, സെൽഫ് ലവ് ആൻഡ് ഹോൾനെസ്, എഫെക്ഷൻ, അട്രാക്ഷൻ ആൻഡ് സെൽഫ്ലെസ്നെസ്. സെൽഫ്ലെസ് ആയിട്ട് യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനാണ് ഡിവൈൻ പറയുന്നത്. പക്ഷേ ആ പ്രോസസ്സിൽ സെൽഫ് ലവിൻ്റെ കാര്യവും മറന്നു പോകരുത്. നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനും ഡിവൈൻ പറയുകയാണ്. ഓക്കെ, ഒരെണ്ണം കൂടി മതി. ഇവോൾവിങ് ആൻഡ് ഗ്രോയിങ്, നെക്സ്റ്റ് ഫേസ്, ഹീലിംഗ്, ഇന്നർ ചൈൽഡ്, റിലീസിങ് ദ പാസ്റ്റ്. ഹീലിംഗിലേക്കും കൂടി ഫോക്കസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പ്രീവിയസിൽ എന്തെങ്കിലും പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ്, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ ഒരു സെപ്പറേഷനോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നിലേക്കുള്ള ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.